പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ളതും രണ്ടാമത്തേത് ഇന്ന് നടന്ന WWE ലൈവ് ഇവൻറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് തുടക്കാം. ആദ്യമായി പങ്കുവെക്കാനുള്ളത് ഇന്ന് WWE UK ടൂറിൻ്റെ ഭാഗമായി നടന്ന ലൈവ് ഇവൻറ്റിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാൻ ുള്ളത്. ഒന്ന്, രണ്ട് താരങ്ങളുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് ബെക്കി ലഞ്ചിൻ്റെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. ബെക്കി ലഞ്ചിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിച്ചു. പൈപ്പർ നെവറിനെതിരെ ബെക്കി ലഞ്ച് കളിച്ച മത്സരത്തിൽ സബ്മിഷനിലൂടെ ബെക്കി ലഞ്ചിന് വിജയിക്കാൻ സാധിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് റസൽമീനിയ 40 റിയ റിപ്ലിയോട് പരാജയപ്പെട്ടതിന് ശേഷം കുറച്ച് നാൾ മാറി നിൽക്കാൻ പോകുകയാണെന്ന തരത്തിലുള്ള ഒരു വാർത്തകളൊക്കെ വന്നിരുന്നു എന്നുണ്ടെങ്കിലും UK ടൂറിൽ ബെക്കിയെ ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ റൂമേഴ്സ് എല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബെക്കി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വൈകാതെ റോ ബ്രാൻഡിലേക്കുള്ള ബെക്കിയുടെ ഒരു തിരിച്ചുവരവ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ സാധിച്ചേക്കാം. മറ്റൊരു അപ്ഡേറ്റ് ഗുന്തർ എന്ന മുൻ ഇന്റർകോണ്ടിനൽ ചാമ്പ്യനെ സംബന്ധിച്ചാണ്. UK ടൂറിൻ്റെ ഭാഗമായി ഇന്ന് നടന്ന ലൈവ് ഇവൻറ്റിലും ഗുന്തറിൻ്റെ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. റസൽമീനിയ 40 പരാജയപ്പെട്ടതിന് ശേഷമുള്ള ഗുന്തറിൻ്റെ ആദ്യ WWE പ്രോഗ്രാം ആയിരുന്നു ഇന്നത്തെ ലൈവ് ഇവൻറ്റിലെ മത്സരം ഒരു ഡ്രീം മാച്ച് ആയിരുന്നു. ഒരു ഫേറ്റൽ ഫോർവേ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സാമി സെയിൻ വേഴ്സസ് ഗുന്തർ വേഴ്സസ് ജാഡ് ഗാബിൾ വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുള്ള ഒരു ഫേറ്റൽ ഫോർവേ മത്സരമായിരുന്നു. ആ മത്സരത്തിൽ സാമി സെയിന് തന്നെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. ഫിൻ ബാലറിനെ പിൻ ചെയ്തിട്ടാണ് ഫേറ്റൽ ഫോർവേയിൽ സാമിക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ സാമി സെയിൻ വേഴ്സസ് ജാഡ് കേബിൾ തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ് നിലവിൽ ഇന്റർകോണ്ടിനൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി റോയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ ടൈറ്റിൽ മത്സരത്തിൽ റിട്ടേൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ജാഡ് കേബിളിൻ്റെ ഒരു ഹീൽ ടേണും ജാഡ് കേബിൾ പിന്നീട് സാമി സെയിനെ ബ്രൂട്ടലായി ആക്രമിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗുന്തറിൻ്റെ ഒരു മെയിൻ റോസ്റ്ററിലേക്കുള്ള ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തെ ടൈറ്റിൽ പിക്ചറിലേക്ക്, അത് വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് കൊണ്ട് തന്നെ ഇടും എന്നുള്ള ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. അവസാനത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസിനെ സംബന്ധിച്ചുള്ളതാണ്. റോമൻ റെയിൻസിൻ്റെ ഭാവിയെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നു. നിലവിൽ പുറത്തേക്ക് വരുന്ന എല്ലാ റൂമേഴ്സും ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ്സ് ആണ് റസൽ വോഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. റസൽ വോഡ്സ് പങ്കുവച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ റോമൻ്റെ അപ്ഡേറ്റ് നമുക്ക് ഇനി നടക്കുമെന്ന് തന്നെ വിചാരിക്കാം. റോമൻ റെയിൻസിനെ സംബന്ധിച്ച് സങ്കടകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് റസൽ വോഡ്സ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അനിശ്ചിത കാലത്തേക്ക് റോമൻ റെയിൻസ് WWE നിന്ന് മാറി നിൽക്കാൻ പോകുകയാണെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അനിശ്ചിതകാലം, അതായത് കുറച്ചധികം മാസത്തേക്ക് റോമൻ മാറി നിൽക്കുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിൽ തന്നെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ്, റോമൻ റെയിൻസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനിൽ പഴയ പോലെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റീവ് ഇൻപുട്ട് നൽകും എന്നുള്ളതും അവർ പറയുന്നുണ്ട്. അതായത് ക്രിയേറ്റീവ് തലത്തിൽ എങ്ങനെ ബ്ലഡ് ലൈൻ സ്റ്റോറി മുന്നോട്ട് പോകണം എന്നുള്ള റോമൻ്റെ അഭിപ്രായങ്ങൾ അത് ക്രിയേറ്റീവ് ടീം റോമൻ്റെ ഭാഗത്ത് നിന്ന് കേൾക്കുകയും അതിന് വേണ്ട എല്ലാവിധ നടപടികളും സ്വീകരിക്കുമെന്നുള്ളതും റോമൻ റെയിൻസിൻ്റെ ഒരു സന്തോഷ വാർത്ത എന്നോണം ഇപ്പോൾ റസൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റോമൻ മാറി നിന്നാലും ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗം മാറുന്നില്ല. റോമൻ ഉള്ളതുപോലെ തന്നെ അവർക്ക് ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. റോമൻ്റെ കുറച്ചും കൂടി ഇൻപുട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നീട് റോമൻ്റെ ഒരു തിരിച്ചുവരവ് അത് ബ്ലഡ് ലൈനോട് അനുബന്ധിച്ചുള്ള സ്റ്റോറി ലൈനിൽ അതൊരു മാസാക്കി കാണിക്കാനും അവർക്ക് സാധിക്കും. അപ്പോൾ സങ്കടകരവും സന്തോഷകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് റോമൻ റെയിൻസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്ലഡ് സ്റ്റോറി നമ്മൾ നോക്കുകയാണെങ്കിൽ സോളോ സിക്കോവ അദ്ദേഹം ആ ഒരു ട്രൈബൽ ചീഫ് പൊസിഷൻ എടുക്കുന്ന രീതിയിൽ, ജിമ്മി യൂസയെ ബ്ലഡിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിൽ, ടാമ ടോങ്കയെ പുതിയ മെമ്പറായി ആഡ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അവർ കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ബ്ലഡ് സ്റ്റോറി തുടർന്നുള്ള മാസങ്ങളിൽ ഇതേ ഒരു കണക്കിന് മുന്നോട്ട് പോകും. പിന്നീട് റോമൻ വരുമ്പോഴാണ് ഇതിൽ വലിയൊരു ട്വിസ്റ്റും ടേണൊക്കെ നടക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിന് കട്ട വെയിറ്റിംഗ് ആണ്. റോമൻ റെയിൻസ് സമ്മർ സ്ലാം സമയത്താണ് തിരികെ വരാൻ സാധ്യത എന്നുള്ളൊരു റൂമറൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അത് അപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതാണ്. എന്തായാലും സമ്മർ സ്ലാമിന് മുൻപുള്ള ഒരു സ്മാക്ഡൗണിൽ റോമൻ റെയിൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ റോമൻ്റെ ആ ഒരു റിട്ടേൺ ഒക്കെ ആ ഒരു സമയത്ത് ഇനി പ്രതീക്ഷിച്ചാൽ മതി. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.